നമസ്കാരം. ഒരു MLA-യുടെ കൊലപാതകമടക്കം ഒരുപാട് രാഷ്ട്രീയ ചരിത്രങ്ങൾ പറയാനുണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ. 1965 മുതലുള്ള ചില രാഷ്ട്രീയ ചരിത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പട്ടികജാതി മണ്ഡലമായ മഞ്ചേരി വേർപെടുത്തിക്കൊണ്ട് 1965 രൂപം കൊണ്ട മണ്ഡലമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. 1965 ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സഖാവ് കരിക്കാടൻ കുഞ്ഞാലി എന്ന കെ കുഞ്ഞാലിയാണ്. സഖാവ് കുഞ്ഞാലി അന്ന് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിനെ. 1965 നടന്ന ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ കേരള ഗവർണർ വി ഗിരിയുടെ ശുപാർശ പ്രകാരം അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ആ നിയമസഭ പിരിച്ചു. അതിനുശേഷം 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ സഖാവ് കുഞ്ഞാലി തന്നെ വീണ്ടും ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ്, അതായത് 1969 കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ഒരു സംഭവം അവിടെ ഉണ്ടായത്. കേരളത്തിൽ ആദ്യമായി ഒരു MLA രാഷ്ട്രീയ എതിരാളികളുടെ വെടിയേറ്റ് മരിക്കുന്നു. അന്ന് വെടിയേറ്റ് മരിച്ചത് മറ്റാരുമല്ല, നിലമ്പൂർ MLA ആയിരുന്ന സഖാവ് കെ കുഞ്ഞാലിയായിരുന്നു. ഈ കേസിൽ ഒന്നാം പ്രതിയായി വന്നത് സഖാവ് കുഞ്ഞാലിയുടെ തന്നെ രാഷ്ട്രീയ എതിരാളിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. കുഞ്ഞാലി വധക്കേസിൽ ആര്യാടൻ മുഹമ്മദിനെ കോടതി വെറുതെ വിട്ടു. ഈ സംഭവം നടന്ന് 50 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2020 ആര്യാടൻ മുഹമ്മദ് തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി, ഒരു പാർട്ടി അനുഭാവിയായിരുന്ന ഗോപാലൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ വെടിവെച്ചതെന്ന്. അത് 50 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. കുഞ്ഞാലി വധക്കേസിൽ ആര്യാടൻ മുഹമ്മദിനെ വെറുതെ വിട്ടുവെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ മരണം വരെയും സഖാവ് കുഞ്ഞാലിയുടെ മരണത്തിന്റെ പഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്നും നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP ഗംഗാധരൻ CPM-ലെ അബൂബക്കറിനെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കോൺഗ്രസ് MLA ആയി മാറി. ഒന്നോർക്കണം, കുഞ്ഞാലി വധക്കേസ് നടന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. 4ാം കേരള നിയമസഭയിലെ 1970 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP ഗംഗാധരൻ തന്നെ CPM-ലെ PV കുഞ്ഞിക്കണ്ണൻ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും MLA ആയി മാറി. 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് CPM-ന്റെ സെയ്താലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യമായി കേരള നിയമസഭയിലെത്തി. 1980 ആര്യാടൻ മുഹമ്മദ് നിയമസഭയിലേക്ക് മത്സരിച്ചില്ല. 1980 തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും പൊന്നാനിയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ GM ബനാത്ത് ബാലയ്ക്കെതിരെ മത്സരിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് തോറ്റു. എന്നാൽ 1980 നടന്ന നിലമ്പൂർ അസംബ്ലി സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് യുവിന്റെ C ഹരിദാസ് നിലമ്പൂർ MLA ആയി. അന്നത്തെ മലപ്പുറം DCC പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് ഐയുടെ TK ഹംസയായിരുന്നു C ഹരിദാസ് പരാജയപ്പെടുത്തി നിലമ്പൂർ MLA ആയി. അന്ന് കോൺഗ്രസ് രണ്ടായിരുന്നു, കോൺഗ്രസ് യുവും ഐയും. ഐ ഐക്യ ജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസ് യു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ശ്രീ EK നായനാരുടെ ആദ്യ മന്ത്രിസഭയിൽ MLA അല്ലാതിരുന്ന കോൺഗ്രസ് യുവിന്റെ ശ്രീ ആര്യാടൻ മുഹമ്മദിന് തൊഴിൽ, വനം വകുപ്പ് എന്നീ വകുപ്പുകൾ നൽകി മന്ത്രിയാക്കി. എന്തടിസ്ഥാനത്തിലെന്നറിയില്ല. ഒരു കാര്യം ഓർക്കണം, സഖാവ് കുഞ്ഞാലി വധക്കേസിൽ ഒന്നാം പ്രതിയായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ കുഞ്ഞാലിയുടെ പാർട്ടിക്കാർ തന്നെ മന്ത്രിസ്ഥാനം നൽകി. MLA അല്ലാതിരുന്ന ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാൻ ശ്രീ ഹരിദാസ് മേനോന് തന്റെ MLA സ്ഥാനം അന്ന് രാജിവെക്കേണ്ടി വന്നു. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്ന വ്യക്തി ശ്രീ C ഹരിദാസിന്റെ പേരിൽ തന്നെയാണ് ഇന്ന്. വെറും 10 ദിവസം മാത്രമായിരുന്നു ശ്രീ ഹരിദാസിന്റെ MLA സ്ഥാനം. പിന്നീട് C ഹരിദാസ് രാജ്യസഭ MP ആയി മാറി. 1980 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് യുവിന്റെ ശ്രീ ആര്യാടൻ മുഹമ്മദും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ഐയിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായ ആര്യാടന്റെ ചോദ്യം, നിലമ്പൂർകാർക്ക് ഒരു മന്ത്രിയെ വേണോ അതോ ഒരു MLA വേണോ? ആ ചോദ്യം ഫലിച്ചു. നിലമ്പൂർ ജനത ആര്യാടൻ മുഹമ്മദിനെ തന്നെ വിജയിപ്പിച്ചു. 1981 കോൺഗ്രസ് യു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വീണ്ടും മാറി. 1982 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം DCC പ്രസിഡന്റ് TK ഹംസയ്ക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് TK ഹംസ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. 82 ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച TK ഹംസ ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ച് നിലമ്പൂർ MLA ആയി മാറി.
1987 TK ഹംസ CPMന്റെ ഉരുക്കുകോട്ടയായ കോഴിക്കോട് ബേപ്പൂരിൽ മത്സരിച്ച് വിജയിച്ച് രണ്ടാം നയനാർ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. 1987 നടന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് CPMന്റെ ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും MLA ആയി. ആ 87 മുതൽ പിന്നീട് ആർക്കും ആര്യാടൻ മുഹമ്മദിനെ നിലമ്പൂർ മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഇടതുപക്ഷം റഹ്മാൻ മാസ്റ്റർ, തോമസ് മാത്യു, അൻവർ മാസ്റ്റർ, ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവരെ പോലുള്ള മികച്ച സ്ഥാനാർത്ഥികളെ മത്സര രംഗത്ത് ഇറക്കിയിട്ടും ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ആര്യാടൻ മുഹമ്മദ് 1995 രണ്ടാം ആന്റണി മന്ത്രിസഭയിൽ തൊഴിൽ ടൂറിസം വകുപ്പ് മന്ത്രിയായും 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായും രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വീണ്ടും വൈദ്യുത മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 2016 14 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനും നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ രംഗത്തിറക്കി. LDF ആകട്ടെ വ്യവസായിയും 2011 ഏറനാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ച PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി. വിജയം അൻവറിനായിരുന്നു. 2021 അൻവർ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി മാറി. UDF മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കി. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് പ്രകാശിന് മരണം സംഭവിച്ചു. അൻവറിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിലും പ്രകാശിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അൻവർ രാജിവെച്ചു. ഇതായിപ്പോൾ 2025 നിലമ്പൂർ മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് CPM തൃപ്പൂണിത്തുറ മുൻ MLAയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ നിലമ്പൂരുകാരനായ M സുരാജിനെ രംഗത്തിറക്കിയപ്പോൾ UDF വീണ്ടും ആര്യാടൻ ഷൗക്കത്തിനെ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജും മുൻ MLA PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മൊത്തം 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതിയാണ് ഫലപ്രഖ്യാപനം ഉണ്ടാകുക. നിലമ്പൂരിന്റെ പുതിയ MLA ആരാണെന്നറിയാൻ ജൂൺ 23 വരെ നമുക്ക് കാത്തിരിക്കാം. നിർത്തുന്നു. പുതിയ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.